പിന്നെ കാശിയെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് അഗർത്ത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് അവിടെ എനിക്ക് കുറച്ച് ലോക്കൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, എന്നാലേ നമുക്ക് ഉള്ളറകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. തമോ ഹരിയർ ബാബ എന്ന് പറഞ്ഞിട്ടൊരു ബാബ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ ഞാൻ തമോ ഹരിയർ ബാബ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹമായിട്ട് നിരന്തരം ഞാൻ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് എന്നെ ഒരു സ്ഥലത്തേക്ക് ആൾ കൊണ്ടുപോയത്. എല്ലാവർക്കും പോകാൻ പറ്റില്ല അങ്ങോട്ട്. ഞാൻ എപ്പോഴും ചോദിക്കും എവിടെ നിന്നാണ് ഈ തലയോട്ടികൾ കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ ഒരു പറയും അതൊരു സ്ഥലമുണ്ട്, അവിടെ എല്ലാവർക്കും വരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബാബ 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 എന്ന് വിളിച്ച പ്രാവശ്യം ആൾ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം, പക്ഷേ നല്ല വിൽ പവർ ഉണ്ടാവണം, റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ റെഡിയാ. അപ്പോൾ എന്നോട് ചെരുപ്പ് അഴിച്ചിടൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെരുപ്പ് അഴിച്ചിട്ട് തോണി കയറി, ചെറിയ ബോട്ടിൽ കയറിയിട്ട് മണികർണികയെന്നാണ് ബോട്ട് കയറുക നമ്മൾ. മണികർണികയുടെ അപ്പുറത്തേക്ക് പോയി. മണികർണികയുടെ അപ്പുറത്ത് ഏകദേശം ഈ ഒരു ദൂരം എത്തുന്ന സമയത്ത് ബോട്ട് അവിടെ നിൽക്കും, ചെളിയിൽ പതിഞ്ഞിട്ട് ബോട്ട് അവിടെ നിൽക്കും. പിന്നെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ എന്നോട് പറഞ്ഞു പാൻറ്റൊക്കെ അങ്ങ് കയറ്റി വെച്ചോളൂ എന്ന് തന്നെ. അങ്ങനെ ഞാൻ പാൻറ്റ് ഇത്രയും ഈ തുടയുടെ അത്രയും കയറ്റി വെച്ചിട്ട് ചെരുപ്പില്ലാതെ അവിടെ നല്ല പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുക, വലിയ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുക. അങ്ങനെ ഞാൻ കാലിങ്ങനെ എടുത്തു വെച്ച് ചളിയിൽ പൂണ്ട കാലിങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് നിലത്തുണ്ട് ഒരു മനുഷ്യൻ്റെ മുഖം. കുറച്ച് നോക്കുന്ന സമയത്ത് ഒരു ഗർഭിണി ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഉണ്ട് ഒരു ചെറിയ കുഞ്ഞിങ്ങനെ കിടക്കുന്നു. അഴുകി തുടങ്ങിയതും അഴുകാത്തതുമായിട്ട് എത്രമാത്രം മൃതദേഹങ്ങളാണ് അവിടെ കിടക്കുന്നതെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു വിരൽത്തുമ്പ് കണ്ടാൽ അപ്പോഴേക്കും ഫോറൻസിക് വരും, DNA ടെസ്റ്റിനേക്കും. അവിടെ അതൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാഗന്മാരുണ്ട് വരുന്നു. നാഗന്മാരുടെ കഴുത്തിൽ മഴുണ്ട്. ആ മഴു എടുത്തിട്ട് അവരെന്ത് ചെയ്യുക വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ ഇവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ് വെട്ടും. എന്നിട്ട് നമ്മൾ തേങ്ങ ഒക്കെ പെറുക്കിയിടും പോലെ ഇവർ ഈ തല ഇങ്ങനെ ബോട്ടിലേക്ക് പെറുക്കിയിടുക. അവിടുത്തെ പയ്യന്മാർ എന്താ ചെയ്യുന്നത്, ആക്സോ ബ്ലേഡ് എടുത്തിട്ട് തലയോട്ട് ഇങ്ങനെ കീറിയിട്ട് അതിൽ കണ്ണ് കുത്തി ഓട്ടയാക്കിയിട്ട് അതിലുള്ള ഇത് തലച്ചോറ് മുഴുവൻ പുറത്താക്കി വെള്ളം കൊണ്ട് കഴുകി അതിലാണ് അവർ ഭക്ഷണം കഴിക്കുക. ഈ ശവസാധനയ്ക്കുള്ള പൂജാദ്രവ്യങ്ങളും മദ്യവും ഭക്ഷണവും ഒക്കെ ഇതിൽ തന്നെയാണ് വെക്കുക. അപ്പോൾ അത് കണ്ടതോടു കൂടി എൻ്റെ പടച്ചോനെ ഞാൻ പോണ്ടില്ല ഇനി. കാരണം നമുക്ക് എന്താ സ്മെല്ല്, നമുക്ക് സ്മെല്ല് ഉണ്ടോ ഇല്ല എന്നൊന്നും പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും. പിന്നെ തിരിച്ചെത്തിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതുമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ഒരു കഥ പറഞ്ഞു തന്നത്, ഭിക്ഷാടന മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള. അതും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. പണ്ട് ദേവലോകത്ത് വലിയൊരു തർക്കം നടക്കുകയാണ്. അതിൽ ഇന്ദ്രനും ശിവനും ബ്രഹ്മാവും എല്ലാവരും ഉണ്ട്. അപ്പം അവിടെ നടക്കുന്ന ചർച്ച ഇതാണ്. ഞാൻ ബ്രഹ്മാവാന്ന് വിചാരിക്കും, നിങ്ങളൊക്കെ ചെറിയ ചെറിയ ദേവന്മാരും. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഞാൻ പണ്ട് സീരിയൽ കണ്ടോണ്ടാട്ടോ ഇങ്ങനെ കൈയൊക്കെ വരുന്നത്. ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് ചോദ്യം വന്ന സമയത്ത് ബ്രഹ്മാവ് പറയും എന്ത് സംശയം, ഞാൻ തന്നെ എന്ന് പറയും. പക്ഷേ പരമശിവൻ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ആ ഒരു വാക്കേറ്റത്തിൽ ബ്രഹ്മഹത്യ നടത്തും. ബ്രഹ്മാവിൻ്റെ ഒരു ശിരസങ്ങ് ഛേദിക്കും. അപ്പോൾ ബ്രഹ്മഹത്യ പാപമാണല്ലോ. അത് കണ്ട സമയത്ത് പാർവതി ദേവി അടുത്തുണ്ടായിരുന്നു. പാർവതി ദേവിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം ഇത്രയും കോപിഷ്ഠനായ ഒരാളുടെ കൂടെയാണോ താൻ ജീവിക്കുന്നത്. അപ്പോൾ പാർവതി ദേവിയുടെ വിഷമം കണ്ട് ശിവൻ ചോദിക്കും എന്താ പ്രശ്നം ഭവതി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങേക്ക് അങ്ങയുടെ കോപം അടക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്നെ മരിക്കാൻ അനുവദിച്ചാലും എന്ന് പറയും. അപ്പം പരമശിവൻ പറയും നീ ഇല്ലെങ്കിൽ ഞാനില്ല, അതുകൊണ്ട് ദേവി എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ശിവൻ തൻ്റെ കോപം മുഴുവൻ ആവാഹിച്ചെടുത്തിട്ട് അനസൂയയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെയാണ് ദുർവാസാവ് മഹർഷി ജനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം പക്ഷെ പരിഹാരമായില്ലല്ലോ. ബ്രഹ്മഹത്യക്ക് പരിഹാരം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും താങ്കൾ ഈ കപാലവും കയ്യിലേന്തി, ഈ തലയോട്ടി കയ്യിലേന്തിയിട്ട് 12,000 സംവത്സരങ്ങൾ ഈ ദുനിയാവ് ഭൂമി മുഴുവനും അലഞ്ഞ് നടക്കണം. അങ്ങനെ എന്ന് താങ്കൾ വാരണാസി തീരത്ത് എത്തിപ്പെടുന്നുവോ അന്ന് മോക്ഷം. അപ്പൊ ഈ ഒരു കഥയുടെ ആസ്പദമാക്കിയിട്ടാണ് കപാലം കയ്യിലേന്തി നാഗന്മാരും സാധുക്കളും നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ നമ്മളിപ്പം എന്താ പറയുക ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണോ വിസിറ്റ് ചെയ്തിട്ടുള്ളത്? അതിനായിട്ട് ബന്ധപ്പെട്ടാണോ ആ ഒരു ഇൻട്രസ്റ്റ് കിടക്കുന്നത് അതിനെ പറ്റി? അല്ല, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യും. ഇന്ത്യ മുഴുക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്, 2-3 വട്ടം കറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്, ആർക്കിടെക്ചറും ഇഷ്ടമാണ്. അപ്പം നോക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും പൗരാണികമായ നിർമ്മിതികളൊക്കെയും തന്നെ ടെമ്പിൾസും റിലേറ്റഡും ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എത്തിപ്പെടുന്നത്. അല്ലാതെ ഞാൻ അമ്പലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതൊന്നല്ല. എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരിക്കും പോവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയായിരിക്കും. എനിക്ക് ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് ഇങ്ങനെ വരാറുണ്ട്. അത് എന്താ പറയുക, നമുക്ക് അതിന് എന്തായിരുന്നു അതിനൊരു വാക്കുണ്ടല്ലോ റബ്ബേ,
മാനിഫെസ്റ്റേഷൻ എന്ന് പറയില്ലേ, അത് വലിയൊരു സ്റ്റോറി, വലിയതല്ല, എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറി അത് നടന്നത് ഒമാനിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ മാസം ഒമാനിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മസ്കറ്റിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ മസ്കറ്റിൽ പോയ സമയത്ത് മസ്കറ്റിലെ പ്രോഗ്രാം കഴിഞ്ഞ് സലാലയിലേക്ക് പോകാൻ നിൽക്കുക. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് നിന്ന് ഒരു 3-4 hours ബാക്കിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വരികയാണ്, ഒരാളുടെ മെസ്സേജാണ്. അത് റീഡ് ചെയ്ത സമയത്ത് എന്നെ കരച്ചിലാണ് കേൾക്കുന്നത്. ഞാൻ അഗർത്ത വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അറിയാം. എന്നിട്ട് പറയാം, ഞാൻ എന്നും അഗർത്ത ഞാൻ വായിച്ചത് 1 മാസം മുമ്പ്. അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അത് മസ്കറ്റിലെ മത്ര എന്ന് പറഞ്ഞൊരു സൂക്കുണ്ട്, മത്ര സൂക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുകയെന്ന് എൻ്റെ മനസ്സ് എന്നോ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളെപ്പോലെ ഒരാളവിടെ കണ്ടു. ഞാൻ ഓടി വന്നപ്പോഴേക്കും നിങ്ങൾ കാറിൽ കയറിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ സുഹൃത്ത് പറഞ്ഞു അയാൾ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നിങ്ങളെ കാണാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് അയാളൊന്ന് കാണണം, എന്നെ കൊണ്ടാക്കി തരാൻ പറ്റുമോ, ഫ്ലൈറ്റ് മിസ്സാവുമോ എന്ന് വെച്ചപ്പോൾ അവർ കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാം, അവിടുത്തെ റോഡല്ലേ, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. എൻ്റെ ഫ്രണ്ട് അയാളെ വിളിച്ചു, മീൻസ് ഞാൻ ലൊക്കേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ ഒരു പാഴ്സൽ ഉണ്ട് കളക്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ച് എന്നെ കണ്ടതും അയാൾ ഭയങ്കര കരച്ചിലോ നിർക്കാതെ കരയും. ഞാൻ ആ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ കരയുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല അയാൾ കരയുന്നത്. അയാൾ പറയാ, ഞാൻ 1 മാസം മുമ്പ് നിങ്ങളിവിടെ വരുന്നതും എനിക്കറിയില്ല, പോകുന്നതും എനിക്കറിയില്ല, എൻ്റെ പ്ലാനും 1 ആഴ്ച കൊണ്ടുണ്ടായതാ. അപ്പോൾ അയാൾ പറയാ, 1 മാസം മുമ്പ് ഞാൻ മനസ്സ് കുറിച്ചിട്ടുണ്ട് നിങ്ങൾ മത്രാസൂക്കിൽ വരും, അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കാണും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലത്തെ കുറേ അനുഭവങ്ങൾ എൻ്റെ യാത്രയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ നടത്തിയിട്ടുള്ള യാത്രയിൽ ബദ്രീനാഥിൽ പോയ സമയത്താണ് എൻ്റെ ലൈഫിൽ ഇനി ഒരാൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. അതായത് നമ്മൾ ബദ്രീനാഥിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ജോഷി മഠത്തിനടുത്ത് ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു കൈ, ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ഒരു കൈ ഓരോ വർഷം കഴിയും തോറും മെലിഞ്ഞ് വരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കാലാന്തരങ്ങൾക്കപ്പുറം ആ കൈ മെലിഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ആ ദിവസം ബദ്രീനാഥിലേക്കുള്ള വഴി എന്നേക്കുമായി അടയുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് അവിടെ എനിക്ക് ആ വിശ്വാസം അങ്ങനെ സങ്കല്പിക്കാനാണ് എനിക്കിഷ്ടം. അതിന് സയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ക്ലൈമറ്റിക് ചേഞ്ചിനെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും, കൊറോഷൻ സംഭവിച്ചിട്ടായിരിക്കാം, അല്ലെ വലിയൊരു ഹിമപാതം വന്നിട്ടായിരിക്കാം ആ റൂട്ട് കട്ടാവുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബദ്രീനാഥിന്റെ തൊട്ടപ്പുറത്താണ് മാന എന്ന് പറഞ്ഞ വില്ലേജ്, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇന്ത്യ ഇല്ല. ഇപ്പം അതിനെ ദ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്തുകൊണ്ട് ലാസ്റ്റ്, നമുക്ക് ഫസ്റ്റ് ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ദ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് ഞാൻ മാനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെതർ വാർണിംഗ് വന്നു. അതായത് ഇനി മാനയിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല, ഹിമപാതം വരാൻ പോവാണെന്ന്. പക്ഷെ ഞാൻ അവിടെ കടക്കുകയും ചെയ്തു, ഞാൻ മാനയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ മാനയിൽ എത്തിയ ദിവസം തന്നെ കനത്ത സ്നോഫോള്. അപ്പോൾ അവിടുത്തെ വില്ലേജസ് ഒക്കെ എന്താ ചെയ്യാന്നറിയോ, അവർക്ക് കിട്ടാവുന്ന സാധനങ്ങളൊക്കെയും കെട്ടിപ്പൂട്ടിയിട്ട് കഴുതപ്പുറത്തും ഈ ട്രോളിയിലൊക്കെ വെച്ചിട്ട് ഒരു ഗ്രാമം പലായനം ചെയ്യാണ്. ജോഷിമഠം വരെ പിന്നീട് അവർ പോവുകയാണ് ചെയ്യുക. ആ യാത്രയിൽ അവരുടെ കൂടെ കൂടാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. മീൻസ് ഒരു ഗ്രാമത്തിൻ്റെ പലായനത്തിൽ ഞാനും അവരുടെ കൂടെ കഴുതപ്പുറത്തേറിയിട്ട് ഒരു ഗ്രാമം. പിന്നെ 6 മാസത്തേക്ക് അവരുടെ വീടുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. 6 മാസം ആ വീട് മുഴുവനും മഞ്ഞിൻ്റെ അടിയിലായിരിക്കും. ഈ ബദ്രീനാഥിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. 6 മാസം ദേവന്മാരും 6 മാസം മനുഷ്യന്മാരും പൂജ ചെയ്യുന്ന അമ്പലമാണ് ബദ്രീനാഥ്. അപ്പോൾ ഇതൊക്കെ, ഈ സങ്കല്പങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെന്തിനാണ് ആൾക്കാർ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പോലും ആളുകൾ ഇവിടെ രാഷ്ട്രീയവും മതവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതിലും മതത്തിനെ ജാതിയെയും കുത്തിക്കയറ്റിക്കൊണ്ടേ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഹിന്ദു അല്ലേ, മുസ്ലിം അല്ലേ, തീയനല്ലേ, ഈഴവനല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ, എനിക്കൊരിക്കലും അങ്ങനെ മതത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ്. എനിക്ക് മനുഷ്യനായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതൊരു വലിയൊരു പ്രശ്നമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാക്കുകയും വേണ്ട.